വെരി ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. ഹാപ്പി ന്യൂ ഇയർ. മാർക്കറ്റിൽ എനിക്കിന്നൊരു ബുള്ളിഷ് മൊമെൻറ്റമാണ് എനിക്ക് ഒരു എക്സ്പെക്റ്റേഷൻ ഉള്ളത്. സോ നമ്മുടെ ലൈനെ മാർക്കറ്റ് മേളിലോട്ട് ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ആദ്യം സ്റ്റോപ്പ് ലോസും ടാർഗറ്റും കൂടെ ഒന്ന് എനിക്ക് ഇവിടെ നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം, നമ്മുടെ ഒരു 100 പോയിൻറ്റ്സ് അല്ല, പക്ഷേ അതിലും വലിയൊരു അപ്സൈഡ് മൊമെൻറ്റം എനിക്ക് തോന്നുന്നുണ്ട്. ഇന്നത്തെ ഡേ ഹൈയെയും ബ്രേക്ക് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഡേ ഹൈ വരെയൊക്കെ റൈഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താഴത്തോട്ട് നമ്മുടെ ലൈൻ്റെ താഴത്തോട്ട് മാർക്കറ്റ് വരുന്നുണ്ട്. അധികം താഴത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ലൈൻ്റെ താഴത്തോട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ എക്സാക്ട്ലി നമ്മുടെ ലൈനെ മാർക്കറ്റ് താഴോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് പേരിപ്പോൾ ഇവിടെ സെൽ എൻട്രി എടുക്കാൻ ചാൻസ് ഉണ്ട്. സോ അവരുടെ എല്ലാം സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാൻ വേണ്ടി മാർക്കറ്റ് ഒരു അപ്സൈഡ് മൊമെൻറ്റം, അല്ലെങ്കിൽ തന്നെ എല്ലാവരും ഒരു ഡൗൺഫോൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ മാർക്കറ്റ് ഇവിടുന്നൊരു അപ്സൈഡ് മൊമെൻറ്റം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ഇവിടെ പൊസിഷൻ നോക്കിയാൽ ജസ്റ്റ് കോസ്റ്റിൽ തന്നെയാണ്. 500 1000 റുപ്പീസൊക്കെ എബവ് സ്റ്റോപ്പ് ലോസ്, 1000 റുപ്പീസ് എബവ് കാണിക്കുവാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്യാമെന്നാണ് ഞാൻ ഓർത്തത്. ഓക്കെ, ഏതായാലും നെഗറ്റീവിലാണ് ട്രേഡേഴ്സ് റൺ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ് ചെയ്തേക്കാം. എക്സിറ്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് 11.87, അപ്പം 11.50, ട്രിഗർ 11.51. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ സേഫാണ് ട്രേഡേഴ്സ്. നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഞാൻ പ്ലേസ് ചെയ്തിട്ടുണ്ട്. മാർക്കറ്റ് വീണ്ടും ഓക്കെ, ക്യാൻഡിലിൻ്റെ ക്ലോസും കിട്ടിയിട്ടുണ്ട്. എക്സാക്ട്ലി നമ്മുടെ ലൈനിൽ തന്നെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തതുണ്ട്. അപ്പോൾ ഇവിടുന്നൊരു തിരിച്ച് റീടെസ്റ്റ് എടുത്ത് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ട് മേലിലോട്ടൊരു അപ്സൈഡ് മൊമെൻറ്റമാണ് എനിക്ക് തോന്നുന്നത്. എനിക്കൊന്ന് ക്ലിയർ ചെയ്തേക്കാം. ഇപ്പം ചെറിയൊരു ഗ്രീൻ ആയിട്ടുണ്ട് നമ്മളെ. $50, 50, 730, 730 നമ്മളുടെ ടാർഗറ്റ് പ്രൈസ്. CPR പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നതേ ഒരു നല്ലൊരു അപ്സൈഡ് മൊമെൻ്റ് എനിക്ക് തോന്നുന്നുണ്ട്. റൈഡ് ചെയ്യണോ അതോ ഡിസിപ്ലിൻ്റെ നമ്മുടെ എക്സിറ്റ് പോർഷൻ ആകുമ്പോഴത്തേക്കും ഓക്കെ 2000, 3000 എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ട്രേഡേഴ്സ് നമ്മുടെ സ്റ്റോപ്പ് ലോസിനെയും കൂടെ 3000 കാണിക്കാൻ തുടങ്ങിയാൽ, പ്രോഫിറ്റ് 3000 കാണിക്കാൻ തുടങ്ങി. ഞാൻ ക്വാണ്ടിറ്റി കുറച്ചായിരുന്നു എടുത്തത്, കാരണം ഒരു റിവേഴ്സൽ ട്രേഡ് ആയതുകൊണ്ട്. ഇനിയിപ്പം താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇനി താഴത്തോട്ട് മാർക്കറ്റ് വരും എന്നെനിക്ക് തോന്നുന്നില്ല, കാരണം ക്യാൻഡിലിൻ്റെ ഹൈയെയും കൂടെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് CPR വരെ ഇതാണ് CPR ഇന്നത്തെ 5773, 50,773. CPRൻ്റെ ലോവർ വന്നിട്ട് 50,773 എന്ന് പറയുമ്പോൾ 50,773. ഓക്കെ, ഏകദേശം ഈ റേഞ്ച് വരും. ഇവിടം വരെ റൈഡ് ചെയ്യണോ അതോ എക്സാക്ട്ലി നമ്മളുടെ ഏരിയ എത്തുമ്പോഴത്തേക്കും, അല്ലെ മീൻസ് 100 പോയിൻറ്റ്സ് ടാർഗറ്റ് എത്തുമ്പോഴത്തേക്കും ഇറങ്ങണോ? മേളിൽ നിന്ന് റിജക്ഷൻ വരുന്നുണ്ട് കേട്ടോ, അത്യാവശ്യം. മേളിൽ നിന്നൊരു റിജക്ഷൻ ക്യാൻഡിലും കൂടെ ആദ്യത്തെ ക്യാൻഡിൽ തന്നെ നല്ലൊരു റിജക്ഷൻ, ടോപ്പിൽ നിന്നും ബോട്ടത്തിൽ നിന്നും നല്ലൊരു റിജക്ഷൻ ആയിരുന്നു. എനിക്കിപ്പോഴും തോന്നുന്നത് മാർക്കറ്റ് ഇന്നത്തെ ഡേ ഹൈയെ ബ്രേക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്. ഓക്കെ, ട്രേഡേഴ്സ് ഇപ്പോൾ 2600 കാണിച്ചായിരുന്നു, 3000. ഓക്കെ, 600
645 ഒരു 3000 പ്ലസ് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ട്രേഡിൽ ലോസ് ഉണ്ടാവില്ല. നമ്മൾ സ്റ്റോപ്പ് ലോസിന് നമുക്ക് ട്രെയിൽ ചെയ്തേക്കാം. ട്രേഡേഴ്സ് നമ്മുടെ ഈ സ്ട്രാറ്റജി പ്രകാരമൊക്കെ ആരെങ്കിലുമൊക്കെ ട്രേഡ് എടുക്കണമെങ്കിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ട്രേഡ് എടുക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് കാണുമ്പോൾ വലിയ സന്തോഷമാണ്. കാരണം ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പൈസയൊക്കെ ഏൺ ചെയ്യുമ്പോഴേ ഓക്കെ. ട്രേഡേഴ്സ് ഇപ്പോൾ ഒരു 3000 പ്ലസിൻ്റെ ഒരു പ്രോഫിറ്റ് കാണിക്കുക. 4000 ഓക്കെ. ഒരു 5000 പ്ലസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ടാർഗറ്റ് പോയിൻ്റ് ആയി 37. റൈഡ് ചെയ്യണോ അതോ വേണ്ടല്ലേ, വെറുതെ ഒരു കണ്ടിന്യൂസ്ലി ഇന്ന് പ്രത്യേകിച്ച് നമുക്ക് എക്സിറ്റ് ചെയ്തേക്കാം ട്രേഡേഴ്സ്. കാരണം ഇന്നൊരു ഗുഡ് ബിഗിനിങ് ആണ് 2025. അപ്പോൾ നമ്മൾ വെറുതെ ലോസ് ആക്കണ്ട ഫസ്റ്റ് ഡേ തന്നെ. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് മാനുവലി എക്സിറ്റ് ചെയ്തേക്കാം ട്രേഡ്. 5000 പ്രോഫിറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ 4800 പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്യുന്നുണ്ട് ട്രേഡേഴ്സ്. റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് CPR വരെയോ ഡേ ഹൈ വരെയോ റൈഡ് ചെയ്യാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4800 പ്രോഫിറ്റ് നമ്മളിന്ന് ടോട്ടൽ ഓവറോൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് 37 നമ്മളുടെ ഒരു 50 പോയിൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഓർഡർ ബുക്ക് 34 ബുക്ക് ചെയ്തിട്ടുണ്ടായി. ഞാൻ മാനുവലി എക്സിറ്റ് ചെയ്തതാണ് ട്രേഡേഴ്സ്. അപ്പോൾ 1187 കിട്ടി. 1234 നമ്മൾ എക്സിറ്റ് ചെയ്തു. അപ്പോൾ വളരെ വളരെ സിമ്പിളായിരുന്നു. ഇനിയിപ്പോൾ ലോജിക്ക് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നല്ലോ. വളരെ വളരെ സിമ്പിളായിട്ട് മാർക്കറ്റ് റിവേഴ്സായി നമ്മുടെ ലൈനിനെ മേളിൽ നിന്ന് താഴെ നിന്ന് മേലിലോട്ട് ബ്രേക്ക് ചെയ്ത് ജസ്റ്റ് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ട്രേഡ് എടുത്തത്. ജസ്റ്റ് നമ്മൾ ട്രേഡ് എടുത്ത് ജസ്റ്റ് ഫസ്റ്റ് ക്യാൻഡിൽ മാത്രം നിങ്ങൾ കണ്ടാണ്, ഒരു കൺഫ്യൂഷൻ ക്യാൻഡിലായിരുന്നു. അത് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമ്മളുടെ ട്രേഡ് പ്രോഫിറ്റ് അടിച്ചു. ഞാൻ റിവേഴ്സലായതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ക്വാണ്ടിറ്റി കുറച്ചാണ് എടുത്തത്. പ്രീവിയസ് ഡേ ഹൈയെയും ഇതിനെയും ബ്രേക്ക് ചെയ്ത് S1നെയും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മേലിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഏതായാലും നമ്മളുടെ ട്രേഡിൽ നിന്ന് ഇറങ്ങേണ്ട ട്രേഡേഴ്സ്. ഇതായിരുന്നു ഇന്നത്തെ ട്രേഡും ലോജിക്കും. താങ്ക് യു, ബൈ.